ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയില്ല. കേസിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലെന്നും സർക്കാർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് സത്യവാങ്മൂലം. ശ്യാം ദേവരാജും പ്രവീൺ പുരുഷോത്തമനും ചേരുന്നു വിശദാംശങ്ങളുമായി. ആദ്യം ശ്യാം ദേവരാജിലേക്ക്. ശ്യാം, സ്വാഭാവികമാണ് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവും സത്യവാങ്മൂലവും. പക്ഷേ കുടുംബത്തിന്റെ ആവശ്യത്തോട് അനുഭാവപൂർവമായ ഒരു നിലപാടല്ല സർക്കാരിൻ്റേത് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും. CBIയോടുള്ള CPMന്റെ നിലപാട് തന്നെയാണ് സർക്കാർ ഇപ്പോൾ ആവർത്തിക്കുന്നത്. വിനിത, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ CPIന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണം മതിയായതാണ്, അതിനപ്പുറത്തേക്ക് CBI അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടാണ്. അത് മാത്രമല്ല, CBI എന്നത് ഏറ്റവും മികച്ച ഒരു അന്വേഷണ ഏജൻസി അല്ല എന്ന രീതിയിലുള്ളൊരു നിലപാട്, CBI അല്ല അവസാന വാക്ക് എന്ന നിലപാട് അടക്കം MV ഗോവിന്ദൻ മാസ്റ്റർ സ്വീകരിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന സർക്കാരും സമാനമായ നിലപാട് സ്വീകരിക്കുന്നത്. ഈ നിലപാട് ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് നാളെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. നാളെ ആയിരിക്കും ഇത് സംബന്ധിച്ച സംസ്ഥാന സത്യവാങ്മൂലം നൽകുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് 100% നീതി പുലർത്തുന്ന രീതിയിലാണ് നിലവിലെ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ് സർക്കാർ സ്വീകരിച്ച നിലപാട്. മാത്രമല്ല, ഈ ഘട്ടത്തിൽ മറ്റൊരു ഏജൻസിയെ അന്വേഷണം ഏൽപ്പിക്കേണ്ട കാര്യവുമില്ല, ശരിയായ രീതിയിലാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുമാണ് സർക്കാർ സ്വീകരിച്ച നിലപാട്. ഇക്കാര്യം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് നാളെ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്യും. നാളെ ഈ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. വിഷയത്തിൽ CBI അന്വേഷണത്തിന്മേൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടും നേരത്തെ ഹൈക്കോടതി തേടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ നിലപാട് അറിയിക്കുന്നത്. കേസിൽ മതിയായ രീതിയിലുള്ള അന്വേഷണമല്ല നടക്കുന്നത്, കൊലപാതകം ഉൾപ്പെടെയുള്ള ഇതൊരു കൊലപാതകമാണ് എന്ന് സംശയിക്കുന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു നേരത്തെ മഞ്ജുഷ ഈ ഹർജിയിൽ ഉയർത്തിയിരുന്നത്. ഇത് കൊലപാതകമാണോ എന്ന കാര്യത്തിലും അന്വേഷണം നടത്തും എന്നാണ് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്. അക്കാര്യവും കൂടി അന്വേഷിക്കും, അതായത് ആ വാദവും കൂടി അന്വേഷിച്ചായിരിക്കും അന്വേഷണം പൂർത്തിയാക്കുക. പക്ഷേ CBIയുടെ അന്വേഷണം ആവശ്യമില്ല എന്നാണ് സർക്കാർ നാളെ ഹൈക്കോടതിയെ അറിയിക്കുന്നത്. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകുന്നത്. പ്രവീൺ പുരുഷോത്തമൻ കൂടി ചേരുന്നു. പ്രവീൺ, സർക്കാർ നിലപാടിനോട് എന്താണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഒരു പ്രതികരണം? CBI അന്വേഷണം വേണം, പോലീസ് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകളുണ്ട്, മൊഴിയെടുക്കുന്നതിലുൾപ്പെടെ വീഴ്ച വരുത്തി, മാത്രമല്ല CPMന്റെ ഒരു സമുന്നതയായ നേതാവാണ് മറുഭാഗത്തുള്ളത്, അതുകൊണ്ട് തന്നെ തെളിവ് നശിപ്പിക്കാൻ ഉൾപ്പെടെ സാധ്യതയുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണല്ലോ കുടുംബം ഉയർത്തുന്നത്. വിനീത, നവീൻ ബാബുവിൻ്റെ മരണശേഷം ഈ ആദ്യം നടന്ന കണ്ണൂർ പോലീസിൻ്റെ അന്വേഷണം, ആ അന്വേഷണത്തിൽ തന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയ്ക്കും സഹോദരൻ പ്രവീൺ ബാബുവിനും അതൃപ്തിയുണ്ടായിരുന്നു. കണ്ണൂർ പോലീസ് ആദ്യം ഒരു ദിവസം സംസ്കാര ചടങ്ങ് നടന്ന ദിനം മലയാലപ്പുഴയിലെ നവീൻ ബാബുവിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അന്ന് ഭാര്യ മഞ്ജുഷയുടെയും ഒപ്പം തന്നെ സഹോദരൻ പ്രവീൺ ബാബുവിൻ്റെയും നവീൻ ബാബുവിൻ്റെ സുഹൃത്തുക്കളുടെയും മറ്റ് ബന്ധുക്കളുടെയും ഒക്കെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. അന്ന് കണ്ണൂർ പോലീസ് തിരിച്ചു പോയതാണ്. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ അന്വേഷണം ഏൽപ്പിച്ചു. അതിനുശേഷം അടുത്ത ദിവസമാണ് കണ്ണൂരിൽ നിന്നും SIT സംഘം നവീൻ ബാബുവിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ഭാര്യ മഞ്ജുഷയെയും ഒപ്പം തന്നെ പ്രവീൺ ബാബുവിൽ നിന്നും വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയത്. പക്ഷേ കണ്ണൂർ പോലീസിൻ്റെയും ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെയും അന്വേഷണത്തിൽ യാതൊരു നല്ല അഭിപ്രായവും നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾക്കില്ല. പ്രത്യേകിച്ചും കണ്ണൂർ പോലീസ് ആദ്യം ഒരു ദിവസം വന്ന് മൊഴിയെടുത്തിട്ട് പോയി, പിന്നീട് നിരന്തരം പരാതികൾ വന്നതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തോട് ഇവർ നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ചുള്ള ചില സംശയങ്ങളൊക്കെ വിശദമായി പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളാൻ പ്രത്യേക അന്വേഷണ സംഘത്തിനായില്ല എന്നാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെയും പ്രവീൺ ബാബുവിൻ്റെയും ഒക്കെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്ന് മനസ്സിലാക്കി അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഏതായാലും ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ തീരുമാനത്തോട് വിയോജിപ്പ് തന്നെയാണ്. നാളെ ഈ കാര്യത്തിൽ ഹർജിയിൽ ഒരു തീരുമാനം ഉണ്ടാകും കോടതിയിൽ നിന്ന് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ സർക്കാർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനും ശ്യാം ദേവരാജുമാണ് വിവരങ്ങൾ നൽകിയത്.